ഈ തെക്ക് ഭാഗത്തേക്ക് പുറപ്പെട്ട വാനരന്മാരുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ, അതിലൊരാളാണ് ഹനുമാൻ എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിലെ ബാക്കിയുള്ള വാനരന്മാർക്കൊന്നും ഇത്രയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടില്ല. ഹനുമാന് നേരിടേണ്ടി വന്നത്ര പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വെല്ലുവിളികളോ മറ്റുള്ള വാനരന്മാർക്ക് വേണ്ടി വന്നിട്ടില്ല. അതേപോലെ തന്നെ രാമസേനയിലെ വാനരന് അത്രമാത്രം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ആളാരാ? ഹനുമാനാ. അപ്പൊ അത്രയധികം ശ്രേയസ്സും വേറെ ആർക്കും ഇല്ലാന്ന്. അപ്പോൾ ഈ ശ്രേയസ് എന്ന് പറഞ്ഞ സംഭവം നമ്മളുടെ ജീവിതത്തിൽ വേണം വെച്ചാൽ അതിന് നമ്മൾ പ്രതിസന്ധികളെ നേരിട്ടേ തീരൂ. ഇവിടെ ഹനുമാന് ശ്രേയസ് ഉണ്ട്, മഹാത്മ്യമുണ്ട്, അല്ലെങ്കിൽ കീർത്തി ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഏറ്റവും അധികം പ്രതിസന്ധികളും നേരിട്ടിട്ടുള്ള വാനരൻ അവിടെ ഹനുമാൻ തന്നെയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നമുക്കൊരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ ഒരു പ്രശ്നമോ വരികയാണെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്കൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എൻ്റെ ഈശ്വരൻ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു സാഹചര്യം തരുന്നത് എന്ന് ചിന്തിക്കുകയല്ലാണ്ട് ഈശ്വരൻ നിങ്ങളെ ആ ശ്രേയസ്സിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ പ്രതിസന്ധി നേരിട്ട് ജയിച്ചു വരുമ്പോഴാണ് നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവുക. അപ്പോൾ ആ ശ്രേയസ്സും ആ മറ്റുള്ളവർക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു പ്രതിസന്ധി നിങ്ങളുടെ നേർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ശ്രേയസ്സിലേക്ക് എത്താനുള്ള വഴിയാണ് തന്നിട്ടുള്ളതെന്നാണ്.